സൺഡേ ഒക്കെ ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ ഒന്ന് പുറത്തിറങ്ങിയാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പം റിജിലേട്ടനാണെങ്കിൽ വീട്ടിലും ഇല്ല. അപ്പം ഞങ്ങൾ മൂന്നാളൂടി ഋത്തുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മേനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്കൊരുമിച്ചൊന്ന് ഹൈലൈറ്റ് വരെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വേറെ വണ്ടിയിലാണ്. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റിലേക്ക് പോകുന്ന സമയത്താണ് ഹൈലൈറ്റിലേക്ക് ഫുള്ളും തിരക്കാണ്. കാരണം ഈ സൺഡേ ഒക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് പുറത്തിറങ്ങുന്ന ഒരു സമയമാണല്ലോ. അപ്പം അന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പം അവിടെ മൂൺ വാക്ക് എന്ന് പറഞ്ഞൊരു ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുക എന്ന ഉദ്ദേശത്തോടെയാണ് പോകുന്നത്. പിന്നെ അവിടുത്തെ തിരക്കൊക്കെ കണ്ടപ്പോൾ നമുക്ക് തന്നെ പേടിയായി, ഇനിയിപ്പം ഇതിനുള്ളിൽ ടിക്കറ്റ് കിട്ടുമെന്നൊക്കെ. അപ്പം പോയി നോക്കുമ്പോൾ നല്ല ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ കൗണ്ടറിൽ നിന്ന് ഒരാൾക്ക് 120 ആണ്. അപ്പം അത് 3 വയസ്സിനുള്ള മുകളിലോട്ടുള്ള എല്ലാവർക്കും ടിക്കറ്റ് വേണം. അപ്പം ജാനിക്കൊക്കെ ടിക്കറ്റ് എടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇത് മൊത്തം ഇതിനു വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം അതൊരു സെഗ്മെൻ്റായിട്ട് നമ്മളിങ്ങനെ ഒരു 10 പേരെ വെച്ച് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരുന്നു. ഇവർ ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ഇതിനുള്ളിൽ എന്താ നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു അവർ. എനിക്ക് തോന്നുന്നത് ഹൈലൈറ്റ് മാളിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊരു ഷോ വെച്ചതെന്ന്. പിന്നെ എന്തായാലും അടിപൊളിയായിരുന്നു. കാരണം ഇത് പ്രത്യേകിച്ച് ഈ കുട്ടികൾക്കൊക്കെ ഒരു എൻജോയ്മെൻ്റ് ആണല്ലോ. എല്ലാ ദിവസവും സ്കൂളിലൊക്കെ പോയി ഒരു സൺഡേ ഒക്കെ ലീവ് കിട്ടുമ്പം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അവർക്ക് ഭയങ്കര എൻജോയ്മെൻറ്റാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം പറയണ്ട, ഇവർ ഫുൾ എക്സൈറ്റഡാണ്. അത് കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം. അവർക്ക് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയാൽ ബൗൺസിലേക്കാണ്. അവിടെ ഹൈലൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പോകണമെന്ന് നിർബന്ധമുള്ള പോലെയാണ് ജാനിക്കും ഋത്തുവിനും. അപ്പോൾ ഹരിതേനോട് ചോദിച്ചപ്പോൾ അവരെ മോനും ഇതുപോലെ തന്നെയാണ്, വന്നു കഴിഞ്ഞാൽ എപ്പോഴും അവിടെ പോകണമെന്ന് പറഞ്ഞു. ഇത് ജാനി എറണാകുളത്തെ ലുലു മാളിൽ നിന്ന് ഒരിക്കലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ. അന്ന് അവൾക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഓക്കെ എന്നാൽ ഞാനൊന്ന് കയറിക്കോട്ടെ എന്ന് പറഞ്ഞ് കയറിയതാണ്. പക്ഷേ അവൾക്ക് ആ കാല് അധികം നീളം വെക്കാത്തതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറി പോകാൻ പറ്റുന്നില്ല. അവിടെയൊക്കെ എത്തിയപ്പോൾ അവൾ സ്റ്റക്കായി. കുറേ എങ്ങനെയൊക്കെയോ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി. അവൾക്ക് പിന്നെ കാലെത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ പിന്നെ ഇറങ്ങി. അതായത് കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെയായിരുന്നേ. അവിടെ നിന്നും കയറാൻ പറ്റായിട്ട് അവളിങ്ങനെ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് കയറട്ടെ ഞാൻ കയറട്ടെ. പക്ഷെ അവരന്ന് സമ്മതിച്ചില്ലായിരുന്നു. കാരണം അവളെ ഏജ് അന്ന് അത്ര ആയില്ലായിരുന്നു. പിന്നെ നമ്മൾ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ച്, ഇവർക്ക് ചിക്ക് പോപ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഋത്തുവിൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ പിസ്സ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി.